ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോസിലായിട്ട് നമ്മൾ പാർട്ടിക്കിൾ ഡൈനാമിക്സിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും തന്നെ പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വീഡിയോസിൽ ഡൈനാമിക്സിന് ആവശ്യമുള്ള എല്ലാ നിയമങ്ങളും പറഞ്ഞിട്ടുണ്ട്. ന്യൂട്ടോണിയൻ മെക്കാനിക്സിലെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞതെല്ലാം ഒരൊറ്റ പാർട്ടിക്കിളിൻ്റെ കാര്യമായിരുന്നു. ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ലായിരുന്നു. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ കുറേ പാർട്ടിക്കിൾസിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ആ പാർട്ടിക്കിൾസ് തമ്മിൽ കണക്ഷൻ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ കണക്ഷനൊന്നും ഇല്ലായിരിക്കാം. കുറേ പാർട്ടിക്കിൾസിന് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കാം. എന്തായാലും നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് സെൻറ്റർ ഓഫ് മാസ് എന്നൊരു കാര്യം നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഒരു സ്പേസിൽ, ഒരു സാധാരണ 3 ഡയമെൻഷണൽ സ്പേസിൽ സാധാരണ ഒരു 3 ഡയമെൻഷണൽ സ്പേസ് കൺസിഡർ ചെയ്യുക. അതിൽ m1 മാസ് ഒറിജിനിൽ നിന്നുള്ള പൊസിഷൻ വെക്റ്റർ r1, m2 മാസ് ഒറിജിനിൽ നിന്നുള്ള പൊസിഷൻ വെക്റ്റർ r2. എങ്ങനെ വേണേലും നമുക്ക് ഈ പാർട്ടിക്കിൾസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. m3, r3 അങ്ങനെ കുറേ എണ്ണം. ഇതിനെല്ലാം ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇത് ഒറ്റ പാർട്ടിക്കിളാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ വെക്റ്ററാണ് r, ക്യാപിറ്റൽ R. അതിൻ്റെ മാസാണ് ക്യാപിറ്റൽ M. ക്യാപിറ്റൽ M എന്ന് വെച്ചാൽ ഓരോ പാർട്ടിക്കിൾസിൻ്റെയും മാസിൻ്റെ സമ്മാണ്, പ്ലസ് m2 പ്ലസ് m3. ഇവിടെ ഞാൻ 3 പാർട്ടിക്കിളേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ 3 അല്ല, കുറേ എണ്ണം വരാം. m4 പ്ലസ് m5. എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ അത്രയും പാർട്ടിക്കിൾസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സമ്മാണ് ഇവിടെ ക്യാപിറ്റൽ M എന്ന് പറയുന്നത്. ഇനി ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്റ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ക്യാപിറ്റൽ R ഈക്വൽസ് m1 r1 പ്ലസ് m2 r2 പ്ലസ് m3 r3 പ്ലസ് എക്സെട്ര പ്ലസ് mn rn ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M. ഇതാണ് സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്റ്റർ. ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി അറിയണമെങ്കിൽ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ആക്സിലറേഷൻ അറിയണമെങ്കിൽ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഓരോ പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി ഇൻറ്റു m ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ വെക്റ്റർ സമ്മായിട്ട് വെലോസിറ്റി കിട്ടും, ആക്സിലറേഷൻ കിട്ടും. ഇനി ഈ m r എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, m1 r1 പ്ലസ് m2 r2 പ്ലസ് m3 r3 അങ്ങനെ പോകും. ഇനി ആറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി കിട്ടും. അപ്പോൾ ഇവിടെയും വെലോസിറ്റി വരും, ഇവിടെ വെലോസിറ്റി വരും, ഇവിടെ വെലോസിറ്റി വരും. അപ്പോൾ ഇവിടെ കിട്ടുന്നത് m ഇൻറ്റു v ആണ്. ഇവിടെ m1 v1, m2 v2, m3 v3. ഈ mv എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസിൻ്റെ മൊമെൻ്റം ആണ്. ഇപ്പുറം ഫസ്റ്റ് മാസിൻ്റെ മൊമെൻ്റം, ഇവിടെ സെക്കൻഡ് മാസിൻ്റെ മൊമെൻ്റം, തേർഡ് മാസിൻ്റെ മൊമെൻ്റം, എല്ലാത്തിൻ്റെയും കൂടെ വെക്റ്റർ സമ്മാണ് സെൻറ്റർ ഓഫ് മാസിൻ്റെ മൊമെൻ്റം എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ മൊമെൻ്റം കൺസർവ്ഡ് ആയിരിക്കും. ബാക്കി എല്ലാ മാസിൻ്റെയും കൂടെ വെക്റ്റർ സമ്മായിരിക്കും എപ്പോഴും സെൻറ്റർ ഓഫ് മാസിൻ്റെ മൊമെൻ്റം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും കൺസർവേഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ കാര്യം മാത്രമേ നമ്മളൊരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബാക്കി എല്ലാ പാർട്ടിക്കിൾസും തമ്മിൽ ഇടിച്ചോ ഒക്കെ
മൊമെൻറ്റത്തിൽ ചേഞ്ച് വരാം. എന്തായാലും സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ എടുത്തു കഴിയുമ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ മൊമെൻറ്റത്തിന് ചേഞ്ച് ഉണ്ടാവില്ല. ഫോഴ്സ് ഇല്ലാത്തപ്പോൾ, ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യാത്തപ്പോൾ സെൻറ്റർ ഓഫ് മാസിന് ചേഞ്ച് ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ ഒരു ബോഡി, ഒരു റിജിഡ് ബോഡി, ഒരു വലിയ ബോഡി, ആർബിട്രറി ഷേപ്പുള്ള ഒരു ബോഡി, അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിൽ നമ്മുടെ കൈ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലത് ബാലൻസ് ചെയ്ത് നിൽക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിതിൻ്റെ ഒരു സൈഡ് വ്യൂ വരയ്ക്കുകയാണ്. ഇവിടെയാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് വിചാരിക്കുക. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൈ പിടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ കൈ വെച്ചതെന്ന് വിചാരിക്കുക. ഈ സെൻറ്റർ ഓഫ് മാസിൽ നിന്ന് നേരെ താഴോട്ടാണ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഈ സെൻറ്റർ ഓഫ് മാസിലാണ് ഈ ബോഡിയുടെ എൻ്റയർ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് കൺസെപ്റ്റ്. നമ്മൾ കൈ പിടിച്ചേക്കുന്നത് ഇവിടെയാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്കൊരു വെക്ടർ വരയ്ക്കാൻ പറ്റും. ഇത് R ആയിട്ട് ആക്ട് ചെയ്യാം, ഇത് F ആയിട്ട് ആക്ട് ചെയ്യാം. എം ജി എന്നുള്ളത് F ആയിട്ട് ആക്ട് ചെയ്യാം. നമ്മളിവിടെ കൈ പിടിച്ചു കഴിയുമ്പോൾ ദിസ് വിൽ ബി ആക്ട് ആസ് എ ടോർക്ക്. ഈ R ക്രോസ് F എന്നൊരു ടോർക്ക് ഇവിടെ ഉണ്ടാവും. ആ ടോർക്ക് കാരണം ഈ ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, അങ്ങനെ അത് താഴെ വീഴും. ഇനി സെൻറ്റർ ഓഫ് മാസിലാണ് നമ്മൾ പിടിച്ചേക്കുന്നതെങ്കിൽ ഇവിടെ R എന്ന് പറയുന്നത് 0 ആവും. അപ്പോൾ ടോർക്ക് ഉണ്ടാവില്ല. മുകളിലേക്ക് നമ്മൾ കൊടുത്ത ആ താഴോട്ടുള്ള mg അനുസരിച്ച് മുകളിലേക്ക് നോർമൽ ഉള്ളതുകൊണ്ട് ലീനിയർ മോഷൻ ഉണ്ടാവില്ല. ടോർക്ക് 0 ആയതുകൊണ്ട് റൊട്ടേഷണൽ മോഷനും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ അവിടെ പിടിച്ചു കഴിഞ്ഞാൽ സാധനങ്ങൾ നമുക്ക് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുന്നത്. ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചൊരു കുറേ വടി ഇങ്ങനെ താങ്ങി നിർത്തി ഉള്ളൊരു ആർട്ട് വർക്കിൻ്റെ ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ അറ്റത്തൊരു തൂവൽ കൊണ്ടുവച്ചിട്ട് ആ തൂവൽ എടുത്തു കഴിയുമ്പോൾ അതെല്ലാം കൂടെ താഴോട്ട് വീഴുന്നു. അതിന് കാരണം ഇതെല്ലാം സെൻറ്റർ ഓഫ് മാസിൻ്റെ ബേസിസിലാണ് ബാലൻസ് ചെയ്ത് നിർത്തിയേക്കുന്നത്. ഈ തൂവലും കൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ വടികളുടെ എല്ലാ സെൻറ്റർ ഓഫ് മാസ് ബാലൻസ് ആയത്. ഈ തൂവൽ എടുത്തു കഴിഞ്ഞപ്പോൾ സെൻറ്റർ ഓഫ് മാസ് മാറിപ്പോയി. അന്നേരം ഇതുപോലെ തന്നെ ടോർക്കിൻ്റെ ആക്ഷൻ വരും, ലീനിയർ ഫോഴ്സും വരും. അങ്ങനെ അതിന് സ്റ്റെബിലിറ്റി ഇല്ലാതെയായപ്പോൾ അത് താഴെ വീഴും. അതാണ് അവിടെ സംഭവിച്ചത്. ഇനി ഒരു പ്രൊജക്റ്റൈൽ മോഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പടക്കമൊക്കെ പൊട്ടുമ്പോൾ അതൊരു പ്രൊജക്റ്റൈൽ മോഷനാണ്. ഇവിടേക്ക് എത്തിക്കഴിയുമ്പോഴായിരിക്കും ഇത് പൊട്ടിത്തെറിക്കുന്നത്. ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സൊന്നും ഇല്ല, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, അതൊക്കെ. അതല്ലാതെ വേറെ ഫോഴ്സൊന്നുമില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇതുവരെയുള്ള മോഷൻ എങ്ങനെയാണോ ആ മോഷൻ തന്നെ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കണ്ടിന്യൂ ചെയ്യും. അതിന് എബൌട്ടായിട്ടായിരിക്കും ബാക്കി എല്ലാ പാർട്ടിക്കിൾസും മൂവ് ചെയ്യുന്നത്. എങ്ങനെയായാലും ഇതിൻ്റെ ടോട്ടൽ മൊമെൻറ്റം സെൻറ്റർ ഓഫ് മാസിൻ്റെ മൊമെൻറ്റം തന്നെയായിരിക്കും. ഇവിടെ ഏത് മൊമെൻറ്റം ആണോ വരേണ്ടത് ആ മൊമെൻറ്റം തന്നെ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് മൊമെൻറ്റത്തിന് 2 വെക്ടറുണ്ട്. ഒന്ന് താഴോട്ടും, ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഒന്ന് താഴോട്ടും ഒന്ന് ഇങ്ങോട്ടും. ഈ പൊട്ടിത്തെറിച്ച് പോയ പാർട്ടിക്കിൾസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഈ ഡയറക്ഷനിലുള്ള മൊമെൻറ്റം കമ്പോണൻ്റ് എല്ലാം അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സമ്മ് ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ മൊമെൻറ്റത്തിൻ്റെ എക്സ് കമ്പോണൻ്റ് തന്നെയായിരിക്കും. താഴോട്ടുള്ളതിൻ്റെ എല്ലാം, അത് താഴോട്ട് മൊമെൻറ്റം കൂടി വരും. അതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ വെക്റ്റർ സമ്മ് ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ മൊമെൻറ്റം തന്നെയായിരിക്കും. ഇത് പൊട്ടിത്തെറിക്കാതെ എങ്ങനെ വന്നോ എങ്ങനെ വരുമ്പോൾ ഉള്ള മൊമെൻറ്റം എത്രയാണോ അതായിരിക്കും സെൻറ്റർ ഓഫ് മാസിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത്. അതുപോലെ ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു പാർട്ടിക്കിൾ ന്യൂക്ലിയർ റിയാക്ഷൻ നടന്ന് ഡീക്കേ ചെയ്ത് പോകുമ്പോൾ സെൻറ്റർ ഓഫ് മാസിന് അബൌട്ടായിട്ടായിരിക്കും അത് മൂവ് ചെയ്യുന്നത്.
ഇതുവരെ പാർട്ടിക്കിൾ അനങ്ങാതെ നിന്നെങ്കിൽ ഇത് രണ്ടായിട്ട് പൊട്ടിത്തെറിച്ച് കഴിയുമ്പോൾ ഒരു പാർട്ടിക്കിൾ ഇങ്ങോട്ടും പോവും, ഒരു പാർട്ടിക്കിൾ ഇങ്ങോട്ടും പോവും. എന്തായാലും രണ്ടിൻ്റെയും കൂടെ മൊമെൻറ്റത്തിൻ്റെ വെക്റ്റർ സം എടുത്തു കഴിയുമ്പോൾ അത് 0 ആയിട്ടേ കിട്ടുള്ളൂ. അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഇനി വേറൊരു ആപ്ലിക്കേഷൻ ഉള്ളത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അട്രാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷൻ പറയുമ്പോൾ അതിനെപ്പറ്റി പറയാം. എന്തായാലും ഇവിടെ ഒരു ഭൂമി ഒരു വലിയ സൂര്യനും ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് ആണ് സെൻറ്റർ ഓഫ് മാസ് വരുന്നത്. നമ്മളെല്ലാം പഠിച്ചു വച്ചേക്കുന്നത് ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. പക്ഷെ അത് ശരിയല്ല. സൂര്യൻ്റെയും ഭൂമിയുടെ ഇടയ്ക്ക് ഈ രണ്ട് സിസ്റ്റത്തിൻ്റെയും കൂടെ സെൻറ്റർ ഓഫ് മാസ് ഉണ്ട്. ആ സെൻറ്റർ ഓഫ് മാസിനെയാണ് സൂര്യനും ഭൂമിയും ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. സൂര്യനും ഭൂമിയും ആ സെൻറ്റർ ഓഫ് മാസിനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ അവിടെ അനങ്ങാതെ നിൽക്കുകയല്ല, അതിൻ്റെ ഭൂമിയുടെ സൂര്യൻ്റെ ഇടയ്ക്കുള്ള സെൻറ്റർ ഓഫ് മാസിനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സൂര്യനും ഭൂമിയും മാത്രം ഉണ്ടെങ്കിലുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഒത്തിരി പ്ലാനറ്റ് ഉണ്ട്. എല്ലാത്തിൻ്റെയും കൂടെ സെൻറ്റർ ഓഫ് മാസിന് അബൌട്ടായിട്ട് എല്ലാ പ്ലാനറ്റ്സും ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു കാര്യം, നമ്മുടെ പ്ലൂട്ടോ അതിൻ്റെ സാറ്റലൈറ്റായ ഷാരോൺ രണ്ടിനും മാസിൽ തമ്മിൽ വലിയ വ്യത്യാസമില്ല. അതുകൊണ്ട് രണ്ടിൻ്റെയും കൂടെ നടുക്കാണ് സെൻറ്റർ ഓഫ് മാസ് വന്നത്. ഇവിടെ സൂര്യൻ ഒത്തിരി വലുതായതുകൊണ്ട് മിക്കവാറും സൂര്യൻ്റെ ഉള്ളിൽ തന്നെയാണ് സെൻറ്റർ ഓഫ് മാസ് ഇരിക്കുന്നത്. ഇവിടെ രണ്ടിൻ്റെയും കൂടെ നടുക്കാണ് സെൻറ്റർ ഓഫ് മാസ് വന്നത്. അപ്പോൾ ഇത് ഈ സെൻറ്റർ ഓഫ് മാസിന് അബൌട്ടായിട്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഷാരോൺ ഇങ്ങനെ ചുറ്റണു, പ്ലൂട്ടോ ഒരു ഡമ്പൽ ചുറ്റണ പോലെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മളൊരു ചുറ്റിക എടുത്ത് ഇങ്ങനെ എറിയുകയെന്ന് വെച്ചു. അല്ലെങ്കിൽ വേണ്ട, വേറൊരു പൊടി ഒരു കല്ലെടുത്തിട്ട് അതൊരു ചരടിൽ കെട്ടി എറിയുകയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഫോളോ ചെയ്യുന്ന പാത്ത് ഒരു പെർഫെക്റ്റ് പ്രൊജക്ടൈലിൻ്റെ പാത്തായിരിക്കും. ഈ കല്ല് തമ്മിൽ ഇങ്ങനെ പലതരത്തിലുള്ള മോഷൻ ഉണ്ടാവും. ഈ നൂല് കെട്ടി വെച്ചേക്കുവാണല്ലോ. പക്ഷെ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഫോളോ ചെയ്യുന്ന പാത്ത് ഒരു പെർഫെക്റ്റ് പ്രൊജക്ടൈലിൻ്റെ പാത്തായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ ചുറ്റിക എറിയുമ്പോൾ നമ്മളിങ്ങനെ കറക്കി എറിഞ്ഞാലും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഒരു പ്രൊജക്ടൈൽ തന്നെയായിരിക്കും. അതാണ് സെൻറ്റർ ഓഫ് മാസിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഇനി പല ആപ്ലിക്കേഷൻസ് നമുക്ക് ഇതിനെ കാണാനായിട്ട് പറ്റും. അതുപോലെ പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ നേച്ചറിൽ കാണുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർ അതൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.